നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഹാൻസി ഫ്ലിക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ബാഴ്സലോണ വിട്ട് പോകുമായിരുന്നു. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, നിങ്ങളിവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, നിങ്ങളെ എനിക്ക് ആവശ്യമുണ്ട് എന്ന്. തീർച്ചയായിട്ടും ഒരു പ്ലെയർക്കും ആവശ്യം അതാണ്, കോച്ചിൻ്റെ വിശ്വാസം. ഇപ്പോൾ ബാഴ്സലോണ ആരാധകർ റാഫീഞ്ഞയെ ആഘോഷിക്കുകയാണ്. ഞങ്ങളുടെ ബാലൻ ഡിയോർ കണ്ടൻഡർ വീണ്ടും അടുത്ത വർഷത്തേക്ക് ആ രൂപത്തിലൊക്കെ കാണുന്നവരുണ്ട്. എന്നാലേ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അല്ല, അതിന് മുമ്പത്തേക്ക് നിങ്ങളൊന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുപോകട്ടെ. ഓർമ്മയുണ്ടോ നിക്കോ വില്യംസിന് റാഫീഞ്ഞ അണിയുന്ന ജേഴ്സി അണിയിച്ച് സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ നടത്തിയത്? റാഫീഞ്ഞയെ ക്ലബിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പയിൻ നടത്തിയ ബാഴ്സലോണ ആരാധകരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇവിടെയും കാണും അങ്ങനെ കുറേ ആളുകൾ. ഇത് ഇവിടെ മാത്രമല്ല, മൊത്തത്തിൽ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണല്ലോ റാഫീഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ അത് തന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി എന്ന് തുറന്നു പറഞ്ഞത്. ഇപ്പോൾ റാഫീഞ്ഞ പറയുകയാണ്, ഫ്ലിക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ തുടരുമായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ജേഴ്സി അണിഞ്ഞ് കളിക്കാനിറങ്ങുമ്പോൾ കിരീടം നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഞങ്ങൾ വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് ആണോ ഇതെന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ പറയില്ല. കാരണം ഇനിയും ഒരുപാട് പോരാട്ടങ്ങൾ ബാക്കി കിടപ്പുണ്ട്. യെസ്, റാഫീഞ്ഞയുടെ ഈ മെൻറ്റാലിറ്റിയാണ് FC ബാഴ്സലോണയ്ക്ക് വേണ്ടതെന്ന് ഹാൻസി ഫ്ലിക്കും പറയുന്നുണ്ട്. ഇന്നലത്തെ കളിക്ക് ശേഷം റാഫീഞ്ഞ MVP പുരസ്കാരമൊക്കെ നേടിയ ശേഷം പറയുകയാണ്, ഇഫ് ഹാൻസി ഫ്ലിക്ക് ഡിഡിൻറ്റ് കം ഐ വുഡ് ഹാവ് ലെഫ്റ്റ് ബാഴ്സ. ഹി ചേഞ്ച്ഡ് എവറിത്തിങ്. അദ്ദേഹം എല്ലാം മാറ്റിമറിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനിവിടെ പ്രധാനപ്പെട്ട താരമാവാൻ പോവുകയാണെന്ന്. ഒരു പ്ലെയർക്ക് വേണ്ടത് ഇതാണ്, കോൺഫിഡൻസ്. അത് അദ്ദേഹം നൽകുകയുണ്ടായി. എന്നാലും ഈ ജേഴ്സി അണിഞ്ഞ് നമ്മൾ കളിക്കാനിറങ്ങുമ്പോൾ, ബാഴ്സയുടെ ജേഴ്സി അണിഞ്ഞ് കളിക്കാനിറങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിരീടങ്ങൾ ചൂടുക എന്നുള്ളതാണ്. ഞങ്ങൾ ആ ജോലി ഏറ്റവും വൃത്തിക്ക് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ സീസൺ ഞങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കിയ സീസണാണ്. അത് റിപ്പീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ടീം ഇപ്പോൾ ഒരുപാട് മെച്ചൂർഡായിട്ടുമുണ്ട്. അത് റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റാരേക്കാളും കൂടുതൽ ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്ന കാര്യമാണത്. ആ ഒരു സീസണിൻ്റെ റിപ്പീറ്റേഷൻ. എൻ്റെ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റ് ഈ സീസണിൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല ഇതാണ് എൻ്റെ ബെസ്റ്റ് മൊമെൻ്റ് എന്ന്. ഞാൻ പറയില്ല. കാരണം എൻ്റെ സ്റ്റാൻഡേർഡ് ഏറ്റവും ഉയരത്തിൽ കാണുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുക, എല്ലായ്പ്പോഴും എൻ്റെ എല്ലാം ടീമിന് വേണ്ടി കൊടുത്ത് കളിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നയാളാണ് ഞാൻ. അതാണ് ഞാൻ ചെയ്യുന്നത്. ഡിഫെൻസീവ്ലി ഒഫെൻസീവ്ലി ഒക്കെ ടീമിനെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും അത് ഞാൻ ചെയ്തിരിക്കും. അതാണിപ്പോൾ കളിക്കളത്തിൽ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ ഞങ്ങൾ കളിക്കുമ്പോൾ എല്ലാവരും ഹൈലി ഫോക്കസ്ഡ് ആവുമ്പോൾ ഞങ്ങളെ തോൽപ്പിക്കുക എന്നുള്ളത് അവർക്ക്, റയലിന് എന്നല്ല ഏത് ടീമിനും ബുദ്ധിമുട്ടായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ കളിയിൽ ഞങ്ങൾ സെക്കൻഡ് ഹാഫിലൊക്കെ മികച്ച ഫോക്കസോട് കൂടിയാണ് കളിച്ചത്. എന്താ ചെയ്യേണ്ടത് അത് ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം ഈ കളി വിജയിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അത് ഞങ്ങൾ വെരി വെൽ ആയിട്ട് ചെയ്തിട്ടുമുണ്ട്. ചില ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നു. ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ ഒഫെൻസീവായിട്ട് നന്നായി കളിച്ചു. സോ അതാണ് ജോബ്. അത് ഞങ്ങൾ ഏറ്റവും മികച്ച രൂപത്തിൽ ചെയ്തു. ഈ റിസൾട്ട് ഫെയർ ആയിട്ടുള്ള റിസൾട്ടാണ്. ഇവിടെ ഞങ്ങളൊരു ട്രിപ്പിന് വന്നതല്ലല്ലോ, കിരീടം ചൂടാൻ വേണ്ടി വന്നതല്ലേ. 2 കളികളും ഞങ്ങൾ വിജയിച്ചു. കിരീടം കൊണ്ടാണ് പോകുന്നത്. ഞങ്ങൾ ഈ മത്സരത്തിൻ്റെ ഒരു ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് കൺട്രോൾ ചെയ്യുകയും ചെയ്തു. സോ ഈ വിജയം ഞങ്ങൾ അർഹിച്ചിരുന്നതാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുകൂടി റാഫീഞ്ഞ പറയുന്നു. യെസ്, ഫ്ലിക്ക് വന്നില്ലായിരുന്നെങ്കിൽ റാഫീഞ്ഞ എപ്പോഴേ ബാഴ്സ വിട്ടേനെ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.